കടയിലിരുന്നപ്പോൾ വീട്ടിലോട്ട് പോകാൻ ഒരു പെട്ടെന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ വീട്ടിലോട്ട് വന്നിട്ടോ, വീട്ടിലോട്ട് വന്ന് എല്ലാം ഒതുക്കി പെറുക്കി വെച്ച് തുണി അലക്കാനുള്ളതെല്ലാം കുറച്ചുണ്ടായിരുന്നു, അതെല്ലാം അലക്കാനിട്ടു. പിന്നെ നോക്കിയപ്പോൾ വൈകുന്നേരത്തിൽ കടിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്നോർത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് തോന്നിയത്, എന്നാൽ സവോള ഉണ്ടല്ലോ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 2-3 സവോള എടുത്ത് ഉള്ളി നല്ല നേരിയതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ. ഉള്ളിവട ഉണ്ടാക്കിയിട്ട് കുറേ നാളായി. അപ്പോൾ നല്ലൊരു കാറ്റ് മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആ സവോള എല്ലാം അരിഞ്ഞെടുത്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല നേരിയതായിട്ട് അരിയണം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കറിവേപ്പിലയില്ല. നേരെ പോയി മുറ്റത്ത് 2-3 നിപ്പുണ്ട് ചെടി, എന്നാലും അതിൽ നിന്ന് 2 നല്ല ഫ്രഷ് ആയിട്ട് പറിച്ചിടുമ്പോൾ അതിൻ്റെ ഒരു മണം വേറെ തന്നെയാണല്ലോ. അപ്പോൾ 2-3 ഞാനിങ്ങനെ ഒടിച്ചെടുത്തിട്ട് വന്നിട്ടോ. കറിവേപ്പില എത്ര വെച്ചാലും ഇങ്ങനെ പൊങ്ങുന്നില്ല, ആ ഒരു സമയത്തേ വരുന്നുള്ളൂ, എന്താണെന്നറിയില്ല, വരുമായിരിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കറിവേപ്പിലൊക്കെ അരിഞ്ഞിട്ട് ഒരേ ഒരു പച്ചമുളക്, എൻ്റെ പിള്ളേർക്ക് എരിവ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എനിക്ക് പച്ചമുളകിനോട് വലിയ താല്പര്യമില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ ദൈവമേ കഴിഞ്ഞ ദിവസം ബിരിയാണിക്കിട്ട് കൂടിപ്പോയി, അങ്ങനെ കൂടാതിരിക്കാൻ വേണ്ടി കുറച്ചിട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കൈ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ, ആരെന്നെ തെറ്റിദ്ധരിക്കല്ലേ. അപ്പോൾ നന്നായിട്ടൊന്ന് ഞെരടി. അപ്പം ഞെരടിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ പാത്രം പോരാ, വേറൊരു വലിയ പാത്രത്തിലാക്കിയിട്ട് വീണ്ടും നന്നായിട്ട് ഞെരടി അതിൻ്റെ ആ ഒരു എന്താ പറയുക നീരൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് വരെ അതിനെ ഞെക്കി പിഴിഞ്ഞെടുത്ത് ഞാൻ. എന്നിട്ട് ഒരു പാത്രം കൊണ്ട് അടച്ചൊരു 15 മിനിറ്റ് അങ്ങ് മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ വന്നിട്ട് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, ഒരു കുറച്ച് പിരിയം മുളക് പൊടിയും മറ്റേതും ഇട്ടു കേട്ടോ, സാധാ മുളക് പൊടിയും, പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ടു. എന്നിട്ട് ഞാനൊരു 1/2 കപ്പ് നമ്മുടെ എന്താ പറയുക ഗോൾഡ് കളറിലിരിക്കുന്ന മാവ്, എന്താണ് കടലമാവ്, അതിട്ടു. പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ. എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ, കാരണം നമ്മൾ ഞെരടി പിടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് തന്നെ വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്നെടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഉള്ളിവടയ്ക്ക് മാറ്റി വെക്കണം. അപ്പോൾ കണ്ടില്ലേ, കൂടുതലാകാനും പാടില്ല കുറയാനും പാടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. എന്നിട്ട് ഞാൻ അടുപ്പത്തിൽ ഒരു ചട്ടി വെച്ചിട്ടോ, ചട്ടിയിൽ നന്നായിട്ട് എണ്ണ ഒഴിച്ച്, എണ്ണ നന്നായിട്ട് ചൂടാവുന്നവരെ വിട്ട് കൊടുക്കണം. ചിലർ ചൂടാവുന്നതിന് മുമ്പ് ഒഴിക്കും, ഞാനങ്ങനെ ചെയ്യില്ല കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ മാവ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ, ഒട്ടും എണ്ണയില്ല, നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്ത് പോലുമില്ല, സൂപ്പറായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ അങ്ങിട്ട് കൊടുത്തു കഴിഞ്ഞാലേ സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഉള്ളിവട കിട്ടും. ഉള്ളിവട ഇഷ്ടപ്പെട്ട എത്ര പേരുണ്ട്? ഉള്ളിവട ഇഷ്ടമുള്ളവരെല്ലാം ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. ചായക്ക് സമയമായി, വീണ്ടും ഞാൻ കടയിലോട്ട് പോകണം, അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയപ്പോൾ ഒരു സൈഡ് ഞാൻ തിരിച്ച് മറിച്ചു വിട്ടു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ. നിങ്ങൾ പറയല്ലേ എന്താ തള്ള ഇതൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ലേന്ന് ചോദിക്കരുത്, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്താണ്. പിന്നെ നല്ല ഗോൾഡൻ കളർ, ഗോൾഡൻ അല്ല, നല്ല ചുമന്ന് വന്നപ്പോൾ ഞാൻ ഉള്ളിവട എടുത്ത് മാറ്റി. എന്നാ കളറാ, എന്നാ ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമെന്നാണ് തോന്നല്. തിന്ന് നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. എന്നിട്ട് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കണം, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ ഒരു സെറ്റ് എടുത്ത് മാറ്റി, അടുത്ത സെറ്റ് ഞാൻ ഉള്ളിവടയൊക്കെ ഇട്ടെടുത്തു. ഇനി ഞാൻ കടയിലോട്ട് പോട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്തേക്കുക. ഞാൻ പോയി വരാം.